ഹായ് ഫ്രണ്ട്സ്, ഞാൻ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയാണ്. എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്തതെന്ന് വെച്ചാൽ സാറ്റൻ റിബൺ കൊണ്ടുള്ളൊരു ഡെക്കറേഷനാണ്. അതായത് സ്ലൈഡ് ക്ലിപ്പുകളെല്ലാം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെറും സാറ്റൻ റിബൺ കൊണ്ട് ഫ്ലവേഴ്സ്, അതായത് റോസ് ഫ്ലവർ കൊണ്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം 2 ക്ലിപ്പുകളുണ്ട്, സ്ലൈഡുണ്ട്. മോൻ എന്നത്തെ പോലെ തന്നെ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. അവന് ബോറെന്ന് വെച്ചാൽ അവന് ഇതിൽ ചെയ്യാനൊന്നുമില്ല, അവൻ കണ്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഇത് നമ്മൾ സാറ്റൻ റിബണാണ്. അത് പിങ്ക് കളറിലെ സാറ്റൻ റിബണാണ്. നല്ല ചെറിയ ഫ്ലവേഴ്സുകളുണ്ട്. എങ്ങനെ നമ്മൾ കയ്യിലുള്ള, അതായത് നമ്മൾ വേസ്റ്റാക്കി ഇടുന്ന ക്ലിപ്പുകൾ, അത് ഒടിഞ്ഞു പോയിട്ടുള്ള ക്ലിപ്പുകളാണ്. അതെങ്ങനെ നമുക്ക് ഡെക്കറേറ്റ് എടുക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളാണ്. ആദ്യമേ നമ്മൾ ആ ഒരു ഫ്ലവർ മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് കുറച്ച് നീളത്തിൽ, ഒരുപാട് നീളമല്ല, നമ്മൾ യഥേഷ്ടം നമുക്ക് ഇഷ്ടാനുസരണം. വലിയ ഫ്ലവർ ആണെങ്കിൽ കുറച്ച് നല്ല നീളം വേണം. അതായത് ചെറിയ ഫ്ലവേഴ്സ് ആണെങ്കിൽ കുറച്ച് നീളം മതി. അപ്പം ഞാനൊരു ഏകദേശം എത്രയെന്നൊന്നും അളന്നിട്ടില്ല, ചെറിയൊരു മീഡിയം റേഞ്ചിൽ നീളത്തിലെടുത്തിട്ട് കണ്ടില്ല. അത് ആദ്യമേ ഒരു സൈഡിൽ ഞാൻ ഫെവി ബോണ്ടല്ല B7000 കൊണ്ട് ഒരു സൈഡ് മടക്കി ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. അതിനെ വീണ്ടും ഒന്നും കൂടി മടക്കി താണ്ടില്ലേ, ഇതുപോലെ ഒരു ആരോ മാർക്ക് പോലെ ഒട്ടിച്ചെടുക്കണം. ഇത് കൂർത്തിരിക്കണം ഒരു സൈഡ്. അതിൽ നമ്മൾ പിടിച്ച് ബാക്കിലോട്ട് ടേൺ ചെയ്ത് ഒട്ടിച്ചാണ് എടുക്കുന്നത്. കണ്ട, ഇത് തൊട്ട് ബാക്കിലോട്ട് ടേൺ ചെയ്തിട്ട് അതൊരു കണ്ടില്ലേ ചരിച്ച് വേണം എടുക്കാൻ. ഒരുപാട് നീളത്തിലുമല്ല, കുറച്ച് ഡിസ്റ്റൻസിൽ മാത്രമേ അത് ചരിച്ചെടുക്കാവൂ. ആ ചരിക്കുന്നതിൻ്റെ തൊട്ട് അടിയിലോട്ട് നമ്മൾ ആ ഒരു ഗം ഒട്ടിച്ച് സൈഡിലും ഗം ഒട്ടിച്ചിട്ടാണ് ചുരുട്ടിയെടുക്കുന്നത്. സൈഡിലും ഗം ഒട്ടിച്ചിട്ടാണ് ഇത് ചുരുട്ടി ഇനി എൻഡ് ആകുമ്പോഴത്തേക്ക് വീണ്ടും ടേൺ ചെയ്ത് ബാക്കിലോട്ട് മടക്കിയെടുക്കണം. അങ്ങനെ ഇങ്ങറ്റം വരെ നമ്മൾ അങ്ങനെ ചെയ്ത് ആ ഒരു മടക്കിലാണ് ഈ ഫ്ലവർ ഇരിക്കുന്നത്. അത് വിട്ട് പോകത്തില്ല. കാരണം B7000 ആ ഗം നല്ല പതുക്കനെ അത് തിരിച്ച് ബാക്കിലോട്ടാണ് മടക്കിയെടുക്കുന്നത്. ബാക്കിലോട്ട് മടക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് ആ ഒരു ചരിഞ്ഞ ഒരു ലൈൻ വരും. ആ ലൈനിൻ്റെ അകത്താണ് നമ്മളൊരു ഗം ചേർക്കുന്നത്. അതിൻ്റെ സൈഡിലോട്ടും ഒട്ടിക്കണം, അതിൻ്റെ അകത്തോട്ടും ഒട്ടിച്ചിട്ട് വേണം. അപ്പോഴത്തേക്ക് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഫ്ലവർ ഇളകി പോകത്തില്ല, നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. ആ ഒരു ബാക്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഫ്ലവറായിട്ട് തന്നെ ഇരിക്കും. മനോഹരമായിട്ടുള്ള കുഞ്ഞു റോസ് ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കുന്നത്. അതിന് ശ്രദ്ധിച്ച് ഇതൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഈ ഫ്ലവർ ചെയ്താൽ മാത്രം മതി. കണ്ടില്ല, ബാക്കിലോട്ട് ടേൺ ചെയ്ത് വീണ്ടും അതിൻ്റെ അടിയിലോട്ട് നമ്മൾ ആ ഒരു ഗം ഒട്ടിക്കുകയാണ്. ഗം അവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു സൈഡിലോട്ടും കൂടി പേസ്റ്റ് ചെയ്യും. എന്നാലേ നമുക്കത് ചുരുട്ടിയെടുക്കുമ്പോൾ അവിടെ ഒട്ടിച്ചേർന്ന് വരത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഒരു സൈഡിലോട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത്. ഏത് കളർ വേണമെങ്കിലും എടുക്കാം. എനിക്ക് ഓൾറെഡി പിങ്ക് ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടംപോലെ പിങ്കിൻ്റെ ഇതുപോലെ സാറ്റൻ റിബൺ ഇരിപ്പുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മളെല്ലാം ചുരുട്ടിയതിന് ശേഷം അതിനോട് ചേർത്ത് ആ ഒരു ഗം കൊണ്ട് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ഫ്ലവേഴ്സ് ആയി കഴിഞ്ഞു. ഇതുപോലെ ഞാനൊരു 7-10 ഫ്ലവർ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ചുരുട്ടി നമുക്കത് മനസ്സിലായി. ആദ്യമേ നമ്മളൊരു ക്രേ പേപ്പറിലോ വേണം ഈ ചുരുട്ട് പഠിച്ചെടുക്കാൻ. അതിനുശേഷം വേണം നമ്മൾ ഈ ഒരു സാറ്റൻ റിബണിലോട്ട് മടക്കുമ്പോൾ ആ മടക്കുന്ന ഭാഗം ഒരു V ഷേപ്പിൽ വന്നിരിക്കും. ആ ഒരു V ഷേപ്പിൽ വരുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗിയുള്ളത്. കണ്ടില്ലേ, ആ ഒരു മടക്ക് കൊണ്ട് അത് മടക്കി വരുമ്പോൾ ഒരു V ഷേപ്പാവും. വീണ്ടും അത് മടക്കി വരുമ്പോൾ ഒരു V ഷേപ്പാവും. ഒന്ന് ശ്രദ്ധിച്ച്, അതിനാണ് വീണ്ടും റിപ്പീറ്റായിട്ട് ഒരു ഫ്ലവറും കൂടി, ഒന്നല്ല ഒരു 10 ഫ്ലവറോളം ഞാൻ ചെയ്തിട്ട് എല്ലാ ഫ്ലവേഴ്സും ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇതുപോലെ ഫ്ലവേഴ്സ് ചെയ്ത് നമ്മൾ കുട്ടികളുടെ ഫ്രോക്കുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ വൈറ്റ് ഫ്രോക്കിലോ ഏതെങ്കിലും ഒറ്റ കളറുള്ള ഫ്രോക്കുകളിൽ ഇതുപോലെ ഒരുപാട് നമ്മൾ വെറുതെ ഫ്രീ ഇരിക്കുന്ന സമയത്തിന് നമുക്കിതുപോലെ ഫ്ലവേഴ്സുകൾ ചെയ്തിട്ടിട്ട് അവരുടെ ബോയിലും ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ സ്ലൈഡ് ക്ലിപ്പ്, ഇത് ഏതിൽ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഈ ഫ്ലവർ ചെയ്യാൻ പഠിച്ചാൽ മാത്രം മതി. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ കണ്ടില്ലേ, ആ ഫോൾഡ് ചെയ്യുന്നതനുസരിച്ച് ഗം തേച്ച് അത് ഒട്ടിച്ച് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു എൻഡ് വരെ നമ്മളത് റൊട്ടേറ്റ് ചെയ്തിരിക്കുമ്പോൾ അത് അവസാനം വരെ അത് കൊണ്ടെത്തിക്കും. കണ്ടില്ലേ, അത് ഒട്ടിച്ച് വീണ്ടും ടേൺ ചെയ്ത് വീണ്ടും ബാക്കിലോട്ടാണ് ടേൺ ചെയ്യുന്നത്. അത് മാത്രം എനിക്ക് ചിലപ്പോൾ അത് തിരിഞ്ഞു പോകാറുണ്ട്. അതാണ് ഞാൻ വീണ്ടും അത് പറയുന്നത്. ബാക്കിലോട്ട് തന്നെ ടേൺ ചെയ്യുമ്പോഴേ ആ ഒരു സൈഡിലോട്ട്
കണ്ട ഒരുപാട് നീളത്തിലായി പോവുകയും ചെയ്യരുത്. ആ മടക്ക് കുറച്ച് നീളത്തിലേ ആകാവൂ. ഒരുപാട് നീളത്തിലാവുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഫ്ലവർ കിട്ടത്തില്ല, നീണ്ടു പോവും. കണ്ടില്ലേ, കുറച്ച് നീളത്തിലാക്കി അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ഗമ്മും കൂടി ഒട്ടിച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് ഇനി എൻഡ് വരെ കൊണ്ടുവരുന്നത് വരെ ശ്രദ്ധിച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ ആ കൈ മുറിയിൽ തന്നെ പിടിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ പതുക്കെ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിയിലോട്ട് നമ്മൾ ഗം തേക്കുന്നതുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് അത് വിട്ടു പോകത്തില്ല. ഒന്ന് പിടിച്ച് പ്രസ് ചെയ്യണമെന്നുള്ളതാണ്. ആ 2 വിരൽ കൊണ്ട് അത് നല്ല രീതിയിൽ പ്രസ് ചെയ്താൽ അത് അവിടെ തന്നെ ഇരുന്ന് ടൈറ്റ് ആയിക്കൊള്ളും. അതുപോലെ ഈ ഒരു B7000 എന്ന് വെച്ചാൽ സൂപ്പർ ഗം തന്നെയാണ്. നമ്മുടെ ഫെവി ബോണ്ടിൻ്റെയും കാര്യം സൂപ്പർ തന്നെയാണ്. അപ്പം കണ്ടില്ല, അത് നമ്മൾ ആ ഇറുക്കി തന്നെ പിടിക്കണം. അതായത് ഒരേ ലെവൽ തന്നെ അത് മടക്കി റൗണ്ട് ചെയ്ത് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇത് സ്ലിപ്പായിട്ട് താഴോട്ടും മുകളിലോട്ടും ആയിപ്പോവും. ആ താഴോട്ടും മുകളിലോട്ടും ആവാതെ ഒരേ ലെവൽ തന്നെ അതിനെ പിടിച്ച് ടേൺ ചെയ്ത് ഇത് കുറച്ച് നീളത്തിലാണ്, കുറച്ചും കൂടി വലിയൊരു ഫ്ലവർ ആക്കാനായിട്ടാണ് ഞാനിത് ഉദ്ദേശിച്ചത്. അപ്പോൾ അത്രത്തോളം ഒരു റിസ്ക്കാണ് അത് നമ്മളത് പിടിച്ച് വെച്ച് ചെയ്യണമെങ്കിൽ കുറച്ച് ക്ഷമ വേണം. എങ്കിൽ മാത്രമേ നമുക്കത് അത്രയും സാവകാശം അത് പിടിച്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. കണ്ടില്ലേ, ഇനി ആ ടേൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വി ഷേപ്പ് അവിടെ ആയിക്കഴിഞ്ഞ് ആ വി ഷേപ്പ് അവിടെ ആയാലേ ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് നീളത്തിൽ നമുക്ക് ചുരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ആ ഒരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടത്തുള്ളൂ. കണ്ടില്ലേ, ഒരു വി ഷേപ്പ് അവിടെ ആയിക്കഴിഞ്ഞ് വീണ്ടും നമ്മൾ ടേൺ ചെയ്ത് ഒന്ന് ചുരുട്ടിക്കൊണ്ട് വന്നിട്ടായിരിക്കും വീണ്ടും നമ്മൾ ടേൺ ചെയ്ത് ബാക്കിലോട്ട് പോകേണ്ടത്. ഒരു റൗണ്ട് ആയതിനു ശേഷമാണ് അത് വീണ്ടും ടേൺ ചെയ്ത് ബാക്കിലോട്ട് പോകുമ്പോൾ കുറച്ച് നീളത്തിൽ മാത്രമേ ആക്കിയാൽ മതി. അതിൻ്റെ ഒരു സൈഡിലും അതിൻ്റെ അകത്തോട്ടും ഗം തേച്ചാൽ ഇത് 2 എണ്ണം ഒട്ടി വീണ്ടും അത് മടക്കിയെടുക്കാൻ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒരു സൈഡിലോട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ആ ടേൺ ചെയ്ത് മടക്കി വെക്കുന്നത് അതിനോട് ആ റോസ് ഫ്ലവറിനോട് തന്നെ ഒട്ടിയിരിക്കും. കണ്ടില്ലേ, ഒട്ടിച്ച് വീണ്ടും അത് ലാസ്റ്റ് വരുന്നതിന് നമുക്ക് കണ്ടില്ലേ അത് മടക്കി അവിടെ അങ്ങനെ വെച്ച് അങ്ങ് ഒട്ടിച്ചെടുത്താൽ മതി. മനോഹരം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് റോസ് ഫ്ലവേഴ്സ്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രോക്കിലോ ഇത് ഫുൾ ഡെക്കറേഷൻ ഐറ്റം ആയിട്ട് യൂസ് ചെയ്യാം. എവിടെ വേണമെങ്കിൽ നമ്മളെ കർട്ടന് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇളകി പോയില്ല. കാരണം നമ്മൾ ഈ ഒരു B7000 കൊണ്ട് ഒട്ടിച്ചെടുക്കുന്നതുകൊണ്ട് അത് ഇളകി പോകത്തില്ല. നമ്മളിത് ക്ലിപ്പിൽ വലിയൊരു ഫ്ലവർ സെൻ്ററിൽ 2 സൈഡ് അപ്പുറം. ഇനി അതിന് ശേഷം ബാലൻസ് 2 കുഞ്ഞു ഫ്ലവർ ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു റിങ്സ് ആക്കിയും